നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയെ നയിക്കാൻ ഇനി ആര് എന്ന ചോദ്യത്തിന് അല്പസമയത്തിനകം ഉത്തരമാകും. അധ്യക്ഷ പദത്തിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഉച്ചയ്ക്ക് 2-നാണ് പത്രിക സമർപ്പിക്കുക. തെരഞ്ഞെടുപ്പാണെങ്കിലും മത്സരം ഒഴിവാക്കിക്കൊണ്ട് ഒറ്റപ്പേരായിരിക്കും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കുക. രാവിലെ കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരി പ്രകാശ് ജാവദേക്കറുടെ നേതൃത്വത്തിൽ കോർ കമ്മിറ്റി ചേരും. ഈ യോഗത്തിൽ ചർച്ചയാകുന്ന പേര് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം അറിയിക്കും. സംസ്ഥാന കൗൺസിലും തർക്കങ്ങളില്ലാതെ പേര് നിർദ്ദേശിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. നിലവിലെ അധ്യക്ഷനായ കെ സുരേന്ദ്രൻ 5 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം തന്നെ തുടരട്ടെ എന്ന നിലപാട് നേതൃത്വം കൈക്കൊള്ളുമോ എന്ന് ഉറ്റുനോക്കപ്പെടുന്നുമുണ്ട്. കെ സുരേന്ദ്രനോട് ദേശീയ നേതൃത്വത്തിന് അതൃപ്തിയില്ല എന്നാണ് നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പറയുന്നത്. സുരേന്ദ്രന് കീഴിലാണ് പാർട്ടി ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് സ്വന്തമാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ 5 വർഷത്തിനിടെ ബി.ജെ.പിയുടെ വോട്ട് ശതമാനം ഉയർന്നതെല്ലാം സുരേന്ദ്രന് അനുകൂല ഘടകമാണ്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന് ശേഷം സുരേന്ദ്രനെതിരെ ബി.ജെ.പിയിൽ വലിയ തരത്തിലുള്ള പൊട്ടിത്തെറികൾ പാർട്ടിയിൽ ഉടലെടുത്തിരുന്നു. സന്ദീപ് വാര്യർ പാർട്ടി വിടാനടക്കം ഈ പൊട്ടിത്തെറി കാരണമായി. കൃഷ്ണദാസ് പക്ഷം ഒറ്റക്കെട്ടായി സുരേന്ദ്രനെതിരെ രംഗത്തുണ്ട്. കൊടകര കള്ളപ്പണ വിവാദത്തിലടക്കം സുരേന്ദ്രനെതിരെ പാർട്ടിയിൽ വലിയ തരത്തിലുള്ള അതൃപ്തികൾ ഉടലെടുത്തിരുന്നു. അതേസമയം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന ബി.ജെ.പിയെ ഒരു വനിത നയിക്കട്ടെ എന്ന തീരുമാനത്തിലേക്ക് ബി.ജെ.പി ദേശീയ നേതൃത്വം എത്തുമോ എന്നും ഉറ്റുനോക്കപ്പെടുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ബി.ജെ.പിയിലെ തീപ്പൊരി നേതാവായ ശോഭാ സുരേന്ദ്രന് സാധ്യതകളേറെയാണ്. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പിലെല്ലാം തന്നെ ബി.ജെ.പിയുടെ വോട്ടുകൾ കുത്തനെ ഉയർത്താൻ സാധിച്ച നേതാവാണ് ശോഭാ സുരേന്ദ്രൻ. മത്സരിച്ച തെരഞ്ഞെടുപ്പുകളിലെല്ലാം തന്നെ ബി.ജെ.പിയുടെ വോട്ട് ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചിട്ടുമുണ്ട്. ശോഭാ സുരേന്ദ്രനോട് വലിയ വിഭാഗം നേതാക്കൾക്ക് താല്പര്യവുമുണ്ട്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ശോഭയോടുള്ള താല്പര്യം മുതിർന്ന നേതാക്കളടക്കം പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ഈ പേരുകളൊന്നുമല്ലാതെ മറ്റെന്തെങ്കിലും ദേശീയ നേതൃത്വത്തിന്റെ മനസ്സിലുണ്ടോ എന്നതാണ് ഇനി അറിയാനുള്ളത്. ഒരു മുഖമിനുക്കലിനാണ് ലക്ഷ്യമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ എത്താനുള്ള സാധ്യതയാണ് കൽപ്പിക്കപ്പെടുന്നത്. 2020 ഫെബ്രുവരിയിലാണ് സുരേന്ദ്രൻ പ്രസിഡന്റായത്. തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ജയം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഉയർന്നത്, തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് തുടങ്ങിയവയെല്ലാം തന്നെ സുരേന്ദ്രന് അനുകൂലമാകുമെന്ന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ വിശ്വസിക്കുന്നുണ്ട്. RSS പിന്തുണ ഉണ്ട് എന്നും ഇക്കൂട്ടർ അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ആദ്യ ടൈം കഴിഞ്ഞും തുടരുന്ന സുരേന്ദ്രന് പകരം ഇപ്പോൾ ജനറൽ സെക്രട്ടറിയായ MT രമേശിന് അനുകൂല സാഹചര്യമാണ് എന്നതാണ് PK കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കൾ പറയുന്നത്. വനിതാ പ്രസിഡന്റ് മതിയെന്ന് കേന്ദ്ര ഘടകം തീരുമാനിച്ചു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രന് സാധ്യത ഏറെയുമാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായിരുന്ന മുൻ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറും സാധ്യതാ പട്ടികയിലെ മറ്റൊരാൾ തന്നെയാണ്. മുൻ പ്രസിഡന്റായിരുന്ന V മുരളീധരനെയും പരിഗണിച്ചുകൂടാ എന്നില്ല. എന്നാൽ അതേസമയം തന്നെ തനിക്ക് താല്പര്യമില്ല എന്ന് V മുരളീധരൻ ആദ്യമേ തന്നെ പ്രഖ്യാപിക്കുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹത്തിന് കേന്ദ്രം മറ്റ് ചുമതലകളെല്ലാം തന്നെ ഏൽപ്പിച്ചിരുന്നത്. മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖറും തനിക്ക് കിട്ടിയ ഈ അസുലഭ നിമിഷത്തെ വേണ്ട എന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ ബിസിനസ് പരമായിട്ടുള്ളതാണെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയെല്ലാം തന്നെ കേരളത്തിന് പുറത്ത് ആയതുകൊണ്ട് തന്നെ കേരളത്തിനകത്തേക്ക് ഒതുങ്ങിക്കൂടാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ രാജീവ് ചന്ദ്രശേഖറിന്റെയും V മുരളീധരന്റെയും പേരുകൾ ഒരുപക്ഷെ ഒഴിവാക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അതേസമയം തന്നെ സംസ്ഥാന പ്രസിഡന്റാകാൻ കച്ചകെട്ടി നിൽക്കുന്ന MT രമേശ്, ശോഭാ സുരേന്ദ്രൻ, K സുരേന്ദ്രൻ എന്നിവർ തമ്മിലാകും സ്വാഭാവികമായ പോരാട്ടമുണ്ടാവുക. അതേസമയം തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു സർപ്രൈസ് തീരുമാനം ഉണ്ടാകുമോ എന്ന കാര്യത്തിലും യഥാർത്ഥത്തിൽ സംസ്ഥാന നേതൃത്വത്തിന് ആശങ്കയുണ്ട്.